സംസ്ഥാനത്ത് 2 ദിവസത്തേക്ക് കൂടി മഴ മുന്നറിയിപ്പ്. മഴ കണക്കിലെടുത്ത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയും അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് 8 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും നാളെ 7 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും നൽകി. തിരുവനന്തപുരം പൂജപ്പുര കേശവൻ നായർ റോഡിൽ അപ്പുപ്പൻ കോവിലിനും ഫ്ലാഗ് സ്റ്റാൻഡിനും ഇടയിൽ ശ്രീചിത്ര റിസർച്ച് സെന്ററിന്റെ മതിൽ ഇടിഞ്ഞ് റോഡിലേക്ക് കല്ലും മണ്ണും വീണു. വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും എസ് ശ്രീനന്ദ നൽകും. ശ്രീനന്ദ, ഈ റെയിൻ അപ്ഡേറ്റ്സ് എന്താണ്? ഗൗതം, മഴയ്ക്ക് യാതൊരുവിധ ശമനവുമില്ല. രാത്രി പെയ്ത മഴയാണ് ഇതുവരെയും യാതൊരുവിധ മാറ്റവുമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു മുൻപ് നമ്മൾ ലൈവ് ചെയ്തത് ബേക്കർ ജംഗ്ഷനിൽ നിന്നായിരുന്നു. അവിടെയും ശക്തമായ മഴയും അതുപോലെ തന്നെ വെള്ളക്കെട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തമ്പാനൂർ ഈ സ്പോട്ടിലുള്ള നമ്മുടെ ഗണപതി കോവിലിന് എതിർവശത്തായുള്ള റോഡിലാണ്. ഇവിടെയും കുറച്ചു മുൻപ് വരെ അതിശക്തമായ വെള്ളക്കെട്ടായിരുന്നു. കാരണം ആ ഒരു തോട്, ഈ റോഡിനോട് ചേർന്നൊരു തോടുണ്ട്. ആ തോട് നമുക്ക് നോക്കിയാൽ അറിയാം, തോടെല്ലാം കരകവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ശേഷം ഈ ഒരു റോഡ് മുഴുവനായി വെള്ളത്തിനടിയിലായിരിക്കുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാൻ സാധിച്ചു. ഇവിടെയുള്ള കടകളിലെല്ലാത്തും തന്നെ വെള്ളം കയറിയ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കടകളിൽ നിന്ന് അവരെല്ലാം ഇപ്പോഴാണ് ഈ ഒരു വെള്ളം ക്ലീൻ ചെയ്ത് മാറ്റിയത്. കാരണം ഇവിടെ മുഴുവൻ വെള്ളത്തിലായിരുന്നു. ഈ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്ന സാഹചര്യം. ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ മുഴുവൻ വെള്ളത്തിലാകുന്ന ഒരു സ്ഥിതിയാണ്. ഇവിടുത്തെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചേട്ടൻ ഇവിടെ കടയിൽ നിന്ന് ക്ലീൻ ചെയ്യുവാണ്. കാരണം അത്രത്തോളം വെള്ളം ചെളിയുമാണ് ഈ കടയിലേക്ക് കയറിയിരിക്കുന്നത്. എല്ലാ തവണയും എല്ലാ പ്രാവശ്യവും ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ഇവിടുത്തെ അവസ്ഥ. എന്തായാലും ഈ ഒരു ക്ലീനിങ് എല്ലാ കടകളിലും, ഇവിടെയുള്ള ഈ സ്പോട്ടിലുള്ള തമ്പാനൂരിലുള്ള എല്ലാ കടകളിലും ഈ ഒരു ക്ലീനിങ് ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനി ഒരു മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ ഇതിനേക്കാളും അപ്പുറമായി ഇവിടേക്ക് മലിനജലം ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ റോഡിൽ ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞെത്തുന്നവരൊക്കെ ഉണ്ട്. അവരെല്ലാവരും തന്നെ ഈ മലിനജലത്തിൽ ചവിട്ടി വേണം അവർക്ക് മുന്നോട്ട് നീങ്ങാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചേട്ടാ, ഇവിടെ എങ്ങനെയാ മഴ വെള്ളക്കെട്ടൊക്കെ? മഴ വെള്ളം കയറിച്ചാൽ കച്ചവടം എല്ലാം ബാധിക്കും. ഭയങ്കര കൈനട്ടമാവുള്ളൂ. ആട്ടി ടിക്കറ്റ് ബട് മോശമാണ്. ഇവിടെ നേരത്തെ കച്ചവടം ചെയ്യുന്ന ആളാണോ? 6 കൊല്ലമായി ഇവിടെ കച്ചവടം. 6 കൊല്ലം കൊണ്ട് ഇങ്ങനെ തന്നെയാണോ ഈ നമ്മുടെ ഒവ്വൊരു സമയത്തിലും മഴ വര സമയത്തില് ഓടയിലെ വെള്ളം കയറുമ്പോഴും ഇതേപോലെ എപ്പോഴും ഉണ്ടെന്ന്. ഇത് അഴുക്ക വെള്ളമല്ലേ? അപ്പൊ ഇത് കാരണം ആരോഗ്യ പ്രശ്നം ഉണ്ടാവുന്നത്. വേറെ എന്താ പണ്ടത്? തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാലും എന്ത് ചെയ്യാൻ സാധിക്കും? അവരുടെ അന്നം എന്ന് പറയുന്നത് ഈ തൊഴിലാണ്. ആ തൊഴിൽ അവർക്ക് ചെയ്തു തന്നെ ജീവിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു ചെറിയ മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ കടകളിലും അതുപോലെ തന്നെ ഈ കടയിൽ നമുക്ക് കാണാൻ സാധിക്കും, കടയിൽ നിന്ന് ഈ ഒരു വേസ്റ്റ് വെള്ളം അവർ കഷ്ടപ്പെട്ടാണ് പ്ലാസ്റ്റിക്കും അതുപോലുള്ള മറ്റ് മാലിന്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന മലിനജലമാണ് ഈ കടകളിലുള്ളിലൊക്കെ കയറിയിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു തത്രപ്പാടിലാണ് ഇവിടുത്തെ ജീവനക്കാർ എല്ലാവരും തന്നെ. വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടത്തുകാർ ഈ ഒരു പ്രദേശത്ത് ജീവിച്ചു പോകുന്നതെന്ന് പറയാം. കാരണം അത്രത്തോളം ദുരിതത്തിലാണ്. ഈ നമ്മുടെ തലസ്ഥാന നഗരിയിൽ തന്നെയുള്ള ഒരു കടയാണ്, അല്ലെങ്കിൽ തലസ്ഥാനത്ത് തന്നെയുള്ള സർക്കാരിൻ്റെ തൊട്ട് അടുത്തായിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒരു അവസ്ഥ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചെളി വെള്ളമാണ് ഈ കടകൾക്കുള്ളിലേക്ക്. ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ്, ശക്തമായ മഴയുണ്ടായിരിക്കുന്നു, വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു. പക്ഷേ ഈ ദുരിത ജീവിതം വർഷങ്ങളായി തന്നെ സഹിക്കുകയാണ് നമ്മുടെ ജനങ്ങൾ എന്ന് പറയുന്നത്. എത്രയോ മഴക്കാലങ്ങൾ കടന്നുപോയിരിക്കുന്നു, എത്രയോ പ്രളയങ്ങൾ കടന്നുപോയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നു, ജനജീവിതം തടസ്സപ്പെടുന്നു. മന്ത്രിമാരും നേതാക്കളുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പറയും. വിദേശത്ത് പോയി അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റത്തെ പറ്റി പഠിച്ച് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയൊക്കെ പറയാറുള്ളത്. പക്ഷേ ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ സാഹചര്യങ്ങൾ മാറുന്നു. അപ്പോൾ ഇന്നിപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന പോലെ അതിശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നഗരങ്ങളിലൊക്കെ സംഭവിക്കുക എന്നത് ആ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. ശ്രീനന്ദയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.